നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ ആളുകളുടെ സവിശേഷതകളെക്കുറിച്ചാണ് സൂറത്തു അൽ മുഅ്മിനൂനിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയക്കുമ്പോൾ നമ്മളോട് പറഞ്ഞൊരു വാക്ക്, ഹദിഹി ദാറുൽ ബലാ, ഇത് ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ്. നമ്മൾ കേട്ടു പരിചയമുള്ളൊരു വാക്കാണ്. പരീക്ഷണത്തിന്റെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ദുനിയാവ്. പരിശുദ്ധ ഖുർആൻ ലിയബ്ലുവക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്ന് അല്ലാഹ് പറഞ്ഞത് ഈ ദുനിയാവിൽ വെച്ചാണ്. ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാകണമെങ്കിൽ ഇതിൽ ജയവും പരാജയവും ഉണ്ടാകണം. അപ്പോഴേ പരീക്ഷയാകുള്ളൂ. വിജയിച്ചവനും തോറ്റവനും ഉണ്ടാകണം. അപ്പോഴേ ഇത് പരീക്ഷണ ഹാളാവുകയുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു നടത്തുന്ന പരീക്ഷണം? അതിലെ വിജയി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന് വെറുക്കപ്പെട്ടതും, നമ്മൾക്ക് യോജിച്ചതും നമ്മൾക്ക് യോജിക്കാത്തതും, നമ്മൾക്ക് സ്വർഗം നേടിത്തരുന്നതും നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, സംസാരങ്ങൾക്കിടയിൽ അള്ളാഹു നമ്മളെ കൊണ്ടുപോയി നിർത്തി. ഇതാണ് പരീക്ഷണത്തിന്റെ തുടക്കം. എന്നിട്ട് പറഞ്ഞു, അതിൽ നമ്മൾ വിജയിക്കണം. അതിൽ നമ്മൾ വിജയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയും അള്ളാഹുവിന് വെറുക്കപ്പെട്ടതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് വിജയിക്കുക എന്നതിൻ്റെ രത്നച്ചുരുക്കം. എന്താണ് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും അള്ളാഹുവിന് വെറുക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് പരാജയപ്പെടുക എന്നതിൻ്റെ അടയാളം. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ സത്യവിശ്വാസികൾ വിജയിച്ചവർ ആരാണ് എന്ന് പറയുന്നിടത്ത് നമസ്കാരത്തിൽ അവർ ഭക്തിയുള്ളവരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ബാക്കി അള്ളാഹു പറയുന്ന വാക്ക് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅരിദൂൻ. അവരാരാണ്? വിജയിച്ചവരാരാണ്? അവർ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. ഒറ്റ സവിശേഷതയാണ് അള്ളാഹ് പറഞ്ഞത്. അവരുടെ സാഹചര്യം, അവരുടെ അങ്ങാടി, തൊഴിലിടം, വീട്,
കൂട്ടുകെട്ട്, യാത്ര, ആഘോഷം, ഇവിടെയൊക്കെ പടച്ചവനിഷ്ടമില്ലാത്തതിൽ ചിലപ്പോൾ അറിയാതെ പെടുകയോ അറിഞ്ഞു അതിൽ വരികയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ അതിൽ ഉൾപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പടച്ചോനിഷ്ടമില്ലാത്തതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ എന്റെ സാന്നിധ്യം വേണ്ട എന്ന് തീരുമാനിച്ച് തിരിച്ചു പോരുന്നവരാണവർ. അവരാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. യഥാർത്ഥത്തിൽ ഇരു ലോകത്തും വിജയിച്ചവർ അവർക്കേ ആകാൻ കഴിയൂ എന്നാണ് ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ശിർക്കും കുഫറും ഒന്നിച്ചു പോകൂല, സ്വർഗവും നരകവും ഒന്നിച്ചു പോകൂല, ഹിദായത്തും വലാലത്തും ഒന്നിച്ചു പോകൂല, ഹലാലും ഹറാമും ഒന്നിച്ചു പോകൂല. ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. പുതിയൊരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു ജീവിതം എന്താന്ന് ചോദിച്ചാൽ, ആരാധനകളിൽ നമ്മൾ എത്രമാത്രം സൂക്ഷ്മത കാണിക്കുന്നുവോ ആ സൂക്ഷ്മതയുടെ എത്രയോ താഴെയാണ് ആരാധനയ്ക്ക് ശേഷമുള്ള അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളിൽ പലപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അള്ളാഹ് വീണ്ടും പറയാൻ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നറിയോ? അവർ പടച്ചോനിഷ്ടല്ലാത്ത കാര്യം കണ്ടാൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നവരാണ്. ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർ ചിലപ്പോൾ മാന്യമായി സംസാരിക്കും. അല്ല, ഒന്നിനും കഴിയാത്ത സാഹചര്യമാണോ, അവർ അവിടെ നിന്ന് തിരിച്ചു പോരും. പടച്ചോനിഷ്ടല്ലാത്തൊരു ഏരിയയിൽ ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നവനാണ് വിശ്വാസി, ജീവിതത്തിൽ പകർത്തുന്നവനാണ്. സഹോദരങ്ങളെ, ഇത് നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ്. ഇതിലേറ്റവും പ്രധാനം ആദർശപരമായ കാര്യം തന്നെയാണ്. കാരണം പരിശുദ്ധ ഖുർആനിലെ സുമ്മസ്തഖാമു, നിങ്ങൾ അടിയുറച്ച് നിൽക്കണം, അചഞ്ചലനായി നിൽക്കണം, വ്യതിയാനമില്ലാതെ നിൽക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞ ഓരോ സന്ദർഭം എടുത്തു നോക്കിയാലും അതിന്റെ തുടക്കം കാണാം ഇല്ലല്ലദീന ആമനു, ആദർശവുമായി ബന്ധപ്പെട്ടതാണ്. സഹോദരങ്ങളെ, എങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പൊ നമ്മൾക്കെല്ലാവർക്കും ഷിർക്കിന്റെ ഗൗരവം അറിയാം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന ഷിർക്കല ദുൽമുൻ അലീം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പാപാണ്. അതിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കണിക പോലും ഒരംശം പോലും ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും വരാൻ പാടില്ല എന്ന് അറിയാത്ത ഒരാൾ നമ്മളിൽ ഉണ്ടാവില്ല. അതേ നമ്മൾ ഒരു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് നമ്മൾ പോകുന്നു. ആര് പോകുന്നറിയോ? ഷിർക്കിന്റെ ഗൗരവം അങ്ങാടിയിൽ പോയി പറഞ്ഞ് നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞെടുക്കണം. നമ്മൾ പാലുകാച്ചൽ ചടങ്ങിന് നമ്മൾ പങ്കെടുക്കുന്നു. ആ നാട്ടിൽ ഏതെങ്കിലും കുടുംബത്തിന്നോ മറ്റു നാട്ടിന്നോ കൊണ്ടുവരുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്ന ഏതെങ്കിലും ഭക്ഷണപാനീയം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നമ്മൾ വാങ്ങിവെക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്നു. എന്തേ ഇതിന് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അതിന് കുടുംബത്തിൽ നിന്നാണ്, അങ്ങാടിയിൽ നിന്നാണ്, കൂട്ടുകാരാണ്, അതിന്റെ മരുമകളുടേതാണ്, അതിന്റെ മരുമകന്റേതാണ്, അത് എളാപ്പയുടേതാണ്. അവർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല, അവരുടെ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് അള്ളാഹ് ചോദിക്കുന്നത്, ഷിർക്കിനെ കുറിച്ച് നിങ്ങൾ ഗൗരവം ഉണ്ടാകുന്നത് നിങ്ങൾ പേനയിൽ എഴുതി വെക്കാനാണോ അല്ല ജീവിതത്തിൽ പകർത്താനാണോ? അവിടെ ഖുർആനിന്റെ ഈ ആയത്ത് മനസ്സിലേക്ക് വരണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ. ഷിർക്കാണ് എന്ന് മനസ്സിലാക്കിയാൽ ലോകത്താര് നിർബന്ധിച്ചാലും വാപ്പാ ഞാൻ അതിനില്ലട്ടോ. എന്തേ കാരണം? വാപ്പാ ചിലപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ദേഷ്യം വരുമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അല്ല, നമ്മൾക്ക് തിരുത്താൻ പറ്റാത്ത മേഖലയാണോ, ഞാൻ ഇല്ലട്ടോ എന്നെങ്കിലും പറഞ്ഞ് മാറി നിൽക്കാനുള്ള ഉണ്ടാകണം. അപ്പോഴാണ് വിശ്വാസിയാവുക. ബിദ്അത്തിനെ കുറിച്ച് ഓരോ അങ്ങാടിയിലും നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കൂട്ടപ്രാർത്ഥനയോ പ്രത്യേകമായ ബിദ്അത്തായ എന്തെങ്കിലും ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ ഒരു നോമ്പോ ഒരു ആഘോഷമോ വരുമ്പം നമ്മളാണ് നമ്മുടെ വാട്സപ്പിൽ നിന്ന് ആളുകൾക്കും കൂട്ടുകാർക്കും ബിദ്അത്തിന്റെ ഗൗരവത്തിന്റെ ആയത്തുകളും ഹദീസുകളും അയക്കുന്നത്. ലാ യുഖ്ബിലു ബിൽ സ്വാഹിബിൽ ബിദ്അ. ബിദ്അത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരവും നോമ്പും ഹജ്ജും ഹത്താ യദഅ ബിദ്അതഹു. അയാൾ ആ ബിദ്അത്ത് ഒഴിവാക്കുന്നവരെ നമ്മുടെ വാട്സപ്പിൽ നിന്നാണ്, നമ്മുടെ സംസാരത്തിൽ നിന്നാണ് പോകുന്നത്. അതേ നമ്മൾ റബീഉൽ അവ്വലിലെ ചോറ് വീട്ടിക്ക് വന്നാൽ ബിരിയാണി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബീഫ് കറി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബാക്കിയുള്ളവരെ തെറ്റിക്കാൻ പാടില്ലല്ലോ എന്നാണ് നമ്മുടെ വാദമെങ്കിൽ
സഹോദരങ്ങളെ, അള്ളാന്റെ ചോദ്യം, വിശ്വാസികളെ, നിങ്ങൾ ബിദ്അത്തിനെ കുറിച്ച് പഠിക്കുന്നത് മദ്രസയിൽ എഴുതി മാർക്ക് വാങ്ങാനാണോ, അങ്ങാടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാനാണോ? അല്ല. അവിടെ നോക്കൂ, ഈ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ബാക്കി നിങ്ങൾ നാളെ മുതൽ ഏത് ഭക്ഷണം കൊണ്ടോളൂ, പ്രശ്നമില്ല, പക്ഷെ ഇത് ബിദ്അത്തുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ എന്ന് പറയാൻ എന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ഏതെങ്കിലും അമ്മാവന്റെ മകൻ ദർസിൽ പഠിക്കുന്ന അവൻ വന്നിട്ട് അവിടെ വട്ടമിട്ട് പ്രാർത്ഥിക്കുമ്പം എന്റെ വാപ്പ മരിച്ചെടുത്ത് നോക്കൂ ഇത് പാടില്ല എന്ന് പറയാനുള്ള ഗഡ്സ് 35 കൊല്ലമായിട്ട് ആരാധന ചെയ്ത് നമ്മൾക്കില്ല എങ്കിൽ അവിടെയാണ് ഖുർആന്റെ ആയത്ത് വല്ലദീനഹും, സ്വർഗം കിട്ടുന്ന ആളുകൾ, രണ്ട് ലോകത്തും അള്ള വിജയിച്ചു എന്ന് പറയുന്നവർ ആരാന്നറിയോ? അനിൽ ലഗ്വി മുഅരിദൂൻ, പടച്ചോൻ ഇഷ്ടല്ലാത്ത എന്ത് കാര്യമായിക്കോട്ടെ അവർ അവിടെ നിൽക്കുന്നവനല്ല, അതുമായി സഹകരിക്കുന്നവനല്ല, അതുമായി രാജിയാകുന്നവനല്ല, അതുമായി സമരസപ്പെട്ടു പോകുന്നവൻ അല്ലേ അല്ല. ഇത് ആദർശം മുതൽ തുടങ്ങണം. ഞാനിത് ആവർത്തിക്കുന്നെന്തറിയോ? ശിർക്കും കുഫറും ഒന്നിച്ചു പോകില്ല. അതിന്റെ അർത്ഥം എന്താ അറിയോ? സ്വർഗവും നരകവും ഒന്നിച്ചു പോകൂല. നമുക്ക് ഈമാൻ ഉണ്ടോ? ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂടിയാടി നിൽക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾക്ക് നല്ല രൂപത്തിൽ പറഞ്ഞുകൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണോ, നമ്മൾ അവിടെ നിന്ന് പോകും. പക്ഷേ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. സങ്കടത്ത് പറയാൻ മറിച്ചെന്തറിയോ? ഈമാനുണ്ട്, തഖ്വയുണ്ട്, ശിർക്കിനെ പറ്റി അറിയാ, ബിദ്അത്തിനെ പറ്റി അറിയാ, കുഫറിനെ പറ്റി അറിയാ. ആ അറിയുന്ന നമ്മൾ പങ്കെടുക്കുന്ന സദസ്സ്, ചെയ്യുന്ന കാര്യങ്ങൾ, പങ്കെടുക്കുന്ന മേഖലകൾ ഇതേ ശിർക്കും കുഫറും ബിദ്അത്തും സകല ഹറാമുകളും വരുമ്പം അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താലേ ചെയ്യുക, ഇവരൊക്കെ വിളിച്ചാൽ എന്താലേ കാണുക എന്ന് പറയുന്നൊരു നിസ്സംഗതാ മനോഭാവം അത് വിശ്വാസിക്ക് പറഞ്ഞതല്ല. അല്ല, ഇത് നമ്മക്കറിയണം. കുഫറിനെ കുറിച്ച് ശിർക്ക് പോലെ ഗൗരവമുള്ള നമുക്കറിയാം. കുഫർ എന്ന് പറഞ്ഞാൽ ദൈവനിഷേധാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് നമുക്കറിയാം. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു അലൽ കാഫിരീൻ, കുഫറുള്ള ഒരു മനുഷ്യനെ പടച്ചോൻ ശപിച്ചു, കഴിഞ്ഞില്ല. വഇന്നല്ലാഹ അദൂവുൽ ലിൽ കാഫിരീൻ, പടച്ചോൻ കുഫറുള്ളവന്റെ ശത്രുവാണ് പടച്ചോൻ. ഇത് നമുക്കറിയാം. ഇങ്ങോട്ട് എന്താ അറിയോ? പടച്ചോനെ കളിയാക്കുന്ന സദസ്സില് അല്ലെങ്കിൽ അല്ലാഹുവല്ലാത്ത മറ്റുള്ള ആരാധന്മാരെ ആരാധിക്കുന്ന പാട്ടിന് നമ്മുടെ കുട്ടി തല പോലും മറക്കാതെ സ്റ്റേജിൽ പോയി ആടുക. നമ്മുടെ വീട്ടിലോ ആയത്തിൽ കുർസി തൂക്കിട്ടതും അതിന്റെ ആയത്തുണ്ടാകുക വീട്ടില്. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലബിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഉണ്ടെങ്കിൽ അതിൽ എന്തൊരു തോന്നിവാസം നടക്കുമ്പോഴും നല്ലതിനൊക്കെ നമ്മൾ കൂടണട്ടോ, പക്ഷേ ചീത്തതിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. ആയിപ്പോയില്ലേ, ഭാഗമായില്ലേ എന്ന് പറയുന്നവനല്ല വിശ്വാസി. നോക്കൂ, എല്ലാത്തിനും ഞാനുണ്ടാവും, അത് നിങ്ങൾ ഇന്നൊന്ന് ഒഴിവാക്കി തരണം, അതെനിക്ക് പാടില്ലാത്തതാണ് കേട്ടോ, വേറൊന്നും ധരിക്കരുത് കേട്ടോ എന്ന് പറയാനുള്ള ക്വാളിറ്റി എങ്കിലും നമുക്കുണ്ടാകണം. അതില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വിജയിച്ചവരിലല്ല എന്നാണ് അല്ലാഹ് പറയുന്നത്. വിജയിച്ചവരിലല്ല. ആ ഈമാൻ നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിലെ വിശ്വാസികളായ ആളുകളെ പറ്റി പറയുന്നിടത്ത് നമ്മൾക്കിത് തന്നെ കാണാം. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. വിശ്വാസികളായ ആൾക്കാർ ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ പടച്ചോൻ ഇഷ്ടമല്ലാത്ത എന്തൊക്കെ അവർ കാണുന്നു. അവരങ്ങനൊന്നും പ്രതീക്ഷിച്ച എന്നല്ല, അവിടെ ചെന്നപ്പോൾ പടച്ചോൻ ഇഷ്ടമല്ലാത്ത കുറെ കാര്യം കാണുന്നു. മർറൂ കിറാമ, അവർ മാന്യായിട്ട് അവിടുന്ന് മെല്ലെ പോകും. വണ്ടി മെല്ലെ സ്റ്റാർട്ടാക്കും, മെല്ലെ ഇൻഷാ അല്ലാഹ് പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞു പോരും. അല്ലെങ്കിൽ അവർ ആ സദസ്സെന്ന് മെല്ലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതി ചെയ്ത് അവർ പോകും. അവർ അതുമായി സമരസപ്പെട്ട് ജീവിക്കാൻ അവർക്ക് കഴിയില്ല. ആ കഴിയായികയാണ് ഈമാൻ, ആ കഴിയായികയാണ് തഖ്വ. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാണ്, സഹോദരങ്ങളെ, സഹോദരിമാരെ, പുതിയ കാലം ജീവിതത്തിലെ ആഘോഷങ്ങളെ മുഴുവൻ ആഭാസത്തരമാക്കി മാറ്റുക. ആരാധനയെപ്പോലും തോന്നിയാസാക്കി മാറ്റുക. ഓരോന്നും വിശദമായിട്ട് പറയണം. ഞാൻ ചെറിയ 1-2 ഉദാഹരണം പറയാം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇപ്പം എന്റെ വീട്ടിലൊരു വിവാഹം നടക്കുന്നു. ആ വിവാഹം എന്താണ്? ഇസ്ലാമികമായി അതിന് ഡെഫിനിഷൻ എഴുതി എന്താണ്? ആരാധനയാണ്. അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥന ബാറക്കല്ലാഹു ലക്കുമാ എന്നുള്ള പ്രാർത്ഥന വന്ന് എന്തുകൊണ്ടറിയോ? ആരാധന ആയതുകൊണ്ടാണ്. അവിടെ ഖത്തീബ് ഉണ്ടായത്, വലിയുണ്ടായത്, മെഹറുണ്ടായത്, സാക്ഷി ഉണ്ടായത് ആരാധന ആയതുകൊണ്ടാണ്. ആ ആരാധനയുടെ അവിടെ ഖത്തീബ് മിമ്പർ കയറി താഴത്ത് കയറുമ്പോത്തിന് ഖത്തീബിന്റെ തുണിക്കടിയിൽ നിന്ന് പടക്കം എവിടുന്നാ വന്നത്? 2000 വരെ ഇല്ലാത്തത് എവിടുന്നാ വന്നത്?
നമ്മൾ ആലോചിക്കണം. നമ്മൾ പുറത്തുനിന്നല്ല ആലോചിക്കണ്ടേ. മിമ്പറിൽ നിന്ന് ഖതീബ് വാഖിർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അടിയിന്ന് പടക്കം എവിടെയാണ് ആരാധനയിൽ വന്നത്? പൂത്തിരി എവിടെയാണ് ആരാധനയിൽ വന്നത്? അവിടെ നിൽക്കുന്ന ആളുകളുടെ താടിയിലൂടെ പോലും ക്രീം പുരട്ടുന്നത് എങ്ങനെ ആരാധനയിൽ വന്നത്? ആരാധനയിൽ എങ്ങനെ വന്നു? നമ്മൾക്കതിൽ സങ്കടം ഉണ്ടാണില്ല, നമ്മൾക്ക് ബേജാറുണ്ടാണില്ല. ഭക്ഷണം കഴിക്കാതെ പോകുന്ന ഗസ്റ്റുകളെ കുറിച്ച് ആലോചിച്ച് ഓന്റെ കല്യാണത്തിന് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ മുന്നേ നൂറുകണക്കിന് ഗസ്റ്റുകളെ വിളിച്ചുകൊണ്ടുവന്നിട്ട് അവിടെ മുന്നിൽ അനിസ്ലാമികം നടത്തുമ്പം പടച്ചോനെ അവരെ മുഴുവൻ എന്റെ കല്യാണത്തെ പറ്റി പടച്ചോന്റെ എതിരെങ്ങാനും പ്രാർത്ഥിച്ചാൽ എന്റെ കുട്ടിന്റെ ദാമ്പത്യം പടച്ചോൻ കൊളാക്കോലോ എന്ന് മനസ്സിൽ വരുന്നില്ല. നമ്മളെ കുറ്റപ്പെടുത്തല്ല, വിശദമായിട്ട് പിന്നീട് പറയാം. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്തെന്നറിയോ? നമ്മുടെ പൈസ കൊണ്ടാണോ? അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാനെങ്കിലും കഴിയണം. തോന്നിയാസ് ഉണ്ടാകരുത്, പടച്ചോൻ ഇഷ്ടല്ലാത്തത് ഉണ്ടാകരുത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. പടച്ചോൻ ഇഷ്ടല്ലാത്ത കാര്യത്തിന്ന് മാറിക്കാനുള്ള ഗഡ്സെങ്കിലും ബാപ്പാരെ ഇമ്മാരെ 10 ലക്ഷമോ 8 ലക്ഷമോ 7 ലക്ഷമോ ചെലവഴിക്കുന്ന അവിടെ നമ്മൾ വസ്ത്രത്തിനും ഭക്ഷണത്തിനും വേണ്ടി പൈസ ചെലവഴിക്കണം. നമ്മക്കുണ്ടാകണം. തോന്നിയാസ് ഉണ്ടാകരുത്. ബാക്കി ആനന്ദങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, തോന്നിയാസ് ഉണ്ടാകരുത്. അതിന്റെ പൈസ കൊണ്ട് പാടില്ലട്ടോ, ഞാൻ വിശ്വാസിയാകൂലട്ടോ എന്ന് പറയാനുള്ള ഗഡ്സ് നമുക്ക് ഉണ്ടാകണം. ഉമ്മാരെ ബാപ്പാരെ, നമ്മളിവിടുന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ യാത്ര പോകുമ്പം ആ യാത്രയിൽ നമ്മൾക്കും കൂടാ. ടൂറുണ്ടാകും, ആഘോഷം ഉണ്ടാവും, ഒക്കെ ഉണ്ടാകും. ഇസ്ലാം അനുവദിച്ച എല്ലാ യാത്രയും നമുക്ക് കൂടാ. പക്ഷെ ആ യാത്രയിൽ നിസ്കാരത്തിന് സമയമാകുമ്പം അല്ലെങ്കിൽ യാത്രയിലുള്ള ജമ്മു കസറിന്റെ സമയമാകുമ്പം നമ്മൾ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ 4-5 ആൾക്കാർ ഇനി ടൂറിന്റെ അടക്കാണ് നിസ്കാരം, അതിൽ മൂളിക്കൊടുക്കുന്നവരാകരുത് നമ്മൾ. ഇരുന്നേടത്ത് വെച്ചിട്ടെങ്കിലും തയമ്മും ചെയ്ത് നിസ്കരിക്കുന്ന 100 ആളുകളിൽ 2 ആളുണ്ടെങ്കിൽ ആ 2-ൽ 1 ആകണം നമ്മൾ. ആ 2-ൽ 1 ആകണം നമ്മൾ. ആ ആകുന്നതിനാണ് ഇബാദത്ത്, ആ ആകാനാണ് ഹജ്ജ്, അങ്ങനെ ആകാനാണ് നോമ്പ്, അങ്ങനെ ആകാനാണ് ഖുർആൻ പാരായണം. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഇല്ല എങ്കിൽ ഒരേ സമയം തൗഹീദുള്ള വീട്ടിൽ ശിർക്കുമുണ്ടാകും, ഈമാനുള്ള വീട്ടിൽ കുഫറുമുണ്ടാകും. നിസ്കരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതേപോലെ നിസ്കാര വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ടൂർ പോകുമ്പം അതിൽ നിസ്കാരം ചർച്ച ഉണ്ടാവില്ല. അതിൽ അവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളിലും നമ്മൾ പങ്കാളിയാകുമ്പം നമുക്കൊരു നിലപാടുണ്ടാണ്. എന്താണത്? കുടുംബം പോവുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ടൂറാണ്, നമ്മൾ പോകേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ആ പോകുന്നതിൽ നമ്മുടെ നിലപാടെന്താ അറിയോ? കൂടെയുള്ള ബിസിനസ്സുകാരായ ആളുകൾ മുഴുവൻ ടൂറിന്റെ ഭാഗമായി അവർ മദ്യം ഉപയോഗിക്കുമ്പോ നമ്മുടെ നിലപാട് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഫലാ യഖഉദ് അലാ മാഇദത്തിൻ യുദാറു അലൈഹാ ഖംറുൻ, കള്ള് വിളമ്പുന്ന സദസ്സിൽ അവനുണ്ടാകൂല. അതാ നിലപാട്. ആ യാത്ര ഇപ്പം മുടക്കാൻ കഴിയില്ല, പക്ഷെ ആ സമയത്ത് നമ്മളുണ്ടാവില്ല. പടച്ചോൻ ഇഷ്ടല്ലാത്തത് വേണ്ട. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഒരു യാത്ര പോകുമ്പം അവർ ഒരുമിച്ച് ചേർന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് അവരൊന്നിച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടി, അവരൊന്നിച്ച് റൂമെടുത്ത് അവർ ബാച്ചിലർ പാർട്ടി നടത്തുന്നു. എന്റെ സ്ഥാപനത്തുനിന്ന് പോകുന്നതാണ് ഞാൻ, അതുവരെ എന്റെ കൂട്ടുകാരുടെ കൂടെയാണ്. എന്നാൽ അത് പടച്ചോൻ ഇഷ്ടല്ലാത്തതാണ്, അതിൽ ഞാൻ ഉണ്ടാവില്ല. അതിനവൻ എന്നെ പ്രായമായവനെന്നോ തന്തവൈബ് എന്നോ 68-ാം വയസ്സ് എന്നോ വെല്ലിപ്പ എന്നോ ആധുനിക കാലഘട്ടത്ത് ജീവിക്കാൻ പറ്റാത്തവനെന്നോ 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവനെന്നോ എന്തും വിളിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്തേ കാരണം? വിശ്വാസിയുടെ ലക്ഷണമായിട്ട് അള്ളാഹ് പറഞ്ഞത് ഇങ്ങനത്തെ അനുഭവത്തിൽ കൂടിയാടുന്നവരല്ല അവൻ, മറിച്ചോ അവൻ അതുവരെ ഉണ്ടാകും. പടച്ചോൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അവനുണ്ടാവും. ഇഷ്ടമില്ലാത്തോടുന്ന് അവൻ വളരെ മാന്യമായി തിരിച്ചു പോരും. ആ മാന്യതയാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വിശ്വാസികളായ നമ്മൾ നമ്മുടെ നിലപാട് പ്രഖ്യാപിക്കണം എന്ന് ഖുർആൻ പറഞ്ഞ ഒരായത്ത്. വഇദാ സമിഉ അല്ലഗു, നമ്മൾ ആഘോഷങ്ങളിൽ, യാത്രകളിൽ, അങ്ങാടികളിൽ, രാഷ്ട്രീയത്തിൽ, മതത്തിൽ, ക്ലബ്ബുകളിൽ, എവിടേക്കോട്ടെ അവിടെ പടച്ചോൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ അഇരിളു അൻ, അവിടെ നമ്മൾ മെല്ലെ പോരണം. വഖാലു, അപ്പൊ ചില ആൾക്കാർ ചോദിക്കും എന്തേടാ ഈ പോരുന്നത്?
ഇങ്ങനെ ഇപ്പൊ നോക്കിയാൽ എങ്ങനെ ഇപ്പൊ ജീവിക്കാൻ കഴിയാ? ഇപ്പൊ തന്നെ മുത്തക്കിയാകണ്ട. ഇങ്ങനെ പറയുമ്പോ ഖാലു, അവരോട് പറയണം, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, എടാ എനിക്ക് ഇന്റേതായ കുറെ പണിയുണ്ട്, അവർക്ക് അവരുടേതായ കുറെ പണിയുണ്ട്, എനിക്ക് ഈ പരിപാടിയിൽ അവരുടെ കൂടെ കൂടാൻ പറ്റൂല. ഖുർആന്റെ ആയത്താണ് കൂട്ടരെ, ഖുർആനിന്റെ ആയത്താണ്. ഇങ്ങനെ പറയണം, എനിക്ക് അവരുടെ ഈ വിഷയത്തിൽ കൂടാൻ പാടില്ല, ബാക്കിയുള്ളതൊക്കെ എനിക്ക് സഹകരിക്കാൻ പറ്റും, പൈസ ചെലവാക്കാൻ പറ്റും, പക്ഷെ ഇതിനെനിക്ക് പറ്റൂല. ഇതിൽ ബഹുദൈവ ആരാധന ഉണ്ട്, ഇതിൽ ശിർക്കുണ്ട്, ഇതിൽ കുഫറുണ്ട്, ഇതിൽ തോന്നിയാസുണ്ട്, ഇതിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഹറാമുകൾ വരുന്നുണ്ട്, അതിൽ മദ്യപാനമുണ്ട്, ഇതിൽ തോന്നിയാസുണ്ട്, അതിൽ എനിക്ക് പറ്റൂല. എന്നിട്ട് അടുത്ത വാക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ. ലാ നബ്തഗി അൽ ജാഹിലീൻ, നിങ്ങൾ കളിയാക്കണ്ടല്ലോ, ഞാൻ പൊട്ടനാന്ന് പറയണ്ടല്ലോ, ഞാൻ ജീവിക്കാൻ പറ്റാത്തവനാണ്. ലാ നബ്തഗി അൽ ജാഹിലീൻ, വിവരദോഷികളെ പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കണില്ലടാ. എനിക്ക് പരലോകത്ത് വരണടാ, എനിക്ക് അള്ളാന്റെ മുന്നിൽ നിൽക്കണടാ, എനിക്ക് ബാക്കിയുള്ളവരെ പോലെ ആകണം എന്നില്ല, എനിക്ക് പടച്ചോൻ ഇഷ്ടപ്പെട്ടവനെ പോലെ ആകണം എന്നേ ഉള്ളൂ. കളിയാക്കിക്കോ, കളിയാക്കിക്കോ. ഞാൻ ടൂറിനും ഹിജാബ് ധരിക്കണീന് ഇന്നെ കളിയാക്കണ്ടേ, കളിയാക്കിക്കോ, എനിക്ക് പ്രശ്നമല്ല. ആ കളിയാക്കലിന്റെ പേരിൽ ഞാൻ ദുനിയാവിൽ ഒരൊറ്റ തുമ്മൽ കൊണ്ട് ശ്വാസം പോകുന്ന നിന്റെ ഇഷ്ടത്തെക്കാളും ജീവൻ തന്ന പടച്ചോന്റെ, സ്വർഗം തരാന്ന് പറഞ്ഞ പടച്ചോന്റെ, എനിക്ക് ഹൗദുൽ കൗസർ വെള്ളം തരാമെന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാകണം. അതാണ് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ ഈമാൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അങ്ങനെയാകുമ്പോഴാണ് പടച്ചോൻ ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസിയായി എല്ലാ നന്മകളിലും ഉണ്ടാകും. അതോടൊപ്പം പടച്ചോൻ ഇഷ്ടമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈമാനും നമ്മൾക്കുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളുടെ ലക്ഷണമാണല്ലോ പറയണം. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആയത്തും ഈ ആയത്തും ഒന്നിച്ചോതാം. എന്നിട്ട് പണ്ഡിതന്മാർ അതിന് പറഞ്ഞ വിശദീകരണം കൂടി പറയുമ്പം നമുക്ക് ഈ വിഷയം ശരിക്കും മനസ്സിലാവും. ഖുർആനിന്റെ ആയത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഖുത്ബ പറഞ്ഞതാട്ടോ. ഒന്നാമത്തെ ലക്ഷണം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായിരിക്കും. അടുത്തത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുമായിരിക്കും. എന്താ പണ്ഡിതന്മാർ പറഞ്ഞ വാചകം അറിയോ? നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകണമെങ്കിൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈമാൻ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇനി നമ്മൾ തിരിച്ചൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാ നമ്മൾ കൈകെട്ടിയിട്ട് ദുനിയാവ് മൊത്തം ഓർമ്മ വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ കൈബിലക്ക് നേരെ തിരിഞ്ഞ് വൊളുണ്ടാക്കി ഇങ്ങനെ വന്ന് നിസ്കരിക്കുമ്പോഴും എന്താണ് ഓതിയത് എന്ന് പോലും നമുക്ക് തിരിയാത്തത്? എന്തിനേറെ സിനിമയും തോന്നിയാസം വരെ നിസ്കാരത്തിൽ എന്തുകൊണ്ടാ ഓർമ്മ വരുന്നത്? എന്റെ ഉത്തരാണിത്. നമ്മൾ ഹറാമിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നിസ്കാരത്തിലെ ഭക്തി അല്ല തരുള്ളൂ. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, നമ്മൾ ആളുകളെ നമ്മൾക്കുണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടാട്ടോ. ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ, എല്ലായിടത്തും നമ്മൾ പോയിട്ട് വർത്താനം പറയണം നല്ലതിന്റെ അർത്ഥം. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, എന്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, എന്റെ ചെലവിലൊരു സൽക്കാരം നടക്കുകയാണ്, എന്റെ വണ്ടിയിലൊരു പോക്ക് നടക്കുകയാണ്, അതിൽ എനിക്ക് അള്ളാഹ് അനുവദിച്ച എല്ലാ ആഘോഷങ്ങളും പറ്റും കൂട്ടരെ. നമ്മളിപ്പോ ജുമാ കഴിഞ്ഞു, പരസ്പരം സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ആനന്ദിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ച്, നമ്മളെ മകളുടെ നിക്കാഹ് ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ച് കുടുംബക്കാർ കൂടി വർത്താനം പറഞ്ഞ് വല്യാപ്പാനും എളാപ്പാനും എല്ലാവരും കൂടി രസം പറഞ്ഞ് കളിയാക്കി, പരസ്പരം ഇഷ്ടപ്പെട്ട് കളിയാക്കി. ഇതിലൊക്കെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ ദീൻ അനുവദിച്ച നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവിടെ ഒരു തോന്നിയാസം വന്നാലേ ആനന്ദം ഉണ്ടാകുള്ളൂ എന്നുള്ളത് കുറച്ചു കാലമായിട്ട് വന്നതാണ്. അതിൽ നമ്മൾ കൂടരുത്. തോന്നിയാസം വന്നാലേ ആനന്ദം ഉണ്ടാകുള്ളൂ. ഇതിന്റെ മുമ്പും ടൂർ പോയിട്ടില്ലേ?
ഞാൻ ഇവിടെ ഇരിക്കണം വാപ്പടുകൾ. ഇതിന്റെ മുമ്പും ടൂർ പോയിട്ടില്ലേ? ഇതിന്റെ മുമ്പും ഊട്ടിയും കൊടൈക്കനാലും മൈസൂർ അവിടെ അല്ലേനിയോ? നമുക്ക് ഇന്ന് വരെ നമ്മൾ അന്ന് പോയ രസത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിൽ തോന്നിയാസുണ്ടായാലേ രസമുണ്ടാകുള്ളൂ എന്ന് നമ്മൾക്ക് എന്ന് മുതലാ മാറിയത്. അതിൽ നമ്മൾ നിൽക്കരുത്. അത് നിന്നാൽ ഇവിടെ നിൽക്കൂല. അത് നിന്നാൽ ഇവിടെ നിൽക്കൂല. പള്ളിക്കക്ക് വരുന്നത് വരെ ആനന്ദം ഉണ്ടാകണമെങ്കിൽ തോന്നിയാസം വേണം എന്നുള്ളിടത്തേക്ക് വരും. അവിടെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നിടത്ത് നമ്മുടെ കൺട്രോൾ ഉള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യുക. ചിലത് നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാനും, അധ്യാപകനാവും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവും, അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും പ്രോഗ്രാം ആയിരിക്കും. നമ്മളവിടെ എത്തുന്നു, നമ്മൾ ക്ഷണിതാവായിരിക്കും, നമ്മളവിടെ എത്തുന്നു. അവിടെ കുറെ കാര്യങ്ങൾ നന്മണ്ട്, നമ്മൾ കൂടുന്നു. പിന്നെ കാണുന്നു നമുക്ക് ഇഷ്ടമല്ലാത്തതും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതുമായ കാര്യം. വളരെ ഒന്നും പറയാൻ നിൽക്കണ്ട, നമ്മൾ മെല്ലെ അവിടുന്ന് പോരുക. പോരുമ്പം ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക? ആ ചിന്തയാണ് ശൈത്താന്റെ വിജയം. ഞാൻ ഒറ്റ കാര്യം ആലോചിക്കട്ടെ, ഒറ്റ കാര്യം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി പറയണം. നമ്മൾക്കൊരു അവാർഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ അങ്ങാടിക്ക് വിളിച്ചു. മനസ്സിൽ കരുതണം കേട്ടോ. അവാർഡ് വാങ്ങാൻ വേണ്ടി ഒരു മാസം മുന്നറിയിച്ചു. നാട് മൊത്തം ഫ്ലക്സ് നമ്മുടെ പേര് വെച്ചു. ആളുകളൊക്കെ അറിഞ്ഞു. 10,000 ആൾക്കാരുണ്ട്. അവിടേക്ക് നമ്മളങ്ങനെ വിളിച്ചു. നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് അവാർഡ് വാങ്ങാൻ വേണ്ടി ആ സദസ്സിൽ കയറിയിരിക്കുമ്പം അവാർഡ് വാങ്ങുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയലോ. ആ പറച്ചിൽ നമ്മളെ വാപ്പാനും നമ്മളമ്മാനും ആ സ്റ്റേജിൽ നിന്ന് നന്നായി ഒരാൾ തെറിയാണ് പറഞ്ഞു. നമ്മുടെ നിലപാടെന്താ? നമ്മളാണ് അവിടുത്തെ ഗസ്റ്റ്, നമ്മളാണ് അവിടുത്തെ ഗസ്റ്റ്. നമ്മക്ക് സമ്മാനം തരാനാണ്. ഫ്ലെക്സ് ബോർഡ് മുഴുവൻ നമ്മളെ ഫോട്ടോയാണ്. ആ സദസ്സിൽ അവാർഡ് വാങ്ങുന്നതിന്റെ മുമ്പ് നമ്മളെ വാപ്പാനും നമ്മുടെ അമ്മാനും തെറി വിളിച്ചോണ്ട് അവിടെ സ്റ്റേജിൽ വന്ന ഒരാള് അങ്ങനെയുള്ളൊരു വാപ്പാന്റെ ഇമ്മാനും കുട്ടിയാണിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാടെന്താ? ഞാൻ അവിടുന്ന് പോന്ന നാട്ടുകാർ മൊത്തം മോശമായിട്ട് എന്നെ വിചാരിക്കും. അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ ഇവിടെ മാന്യനാകണം. ആണോ സോങ്ങളെ? നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും. അവിടെ നമ്മൾ മാന്യത, അവിടുന്ന് ഒന്നും ചെയ്യൂല. നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് വിളിച്ചു പറയും, ഇമ്മാതിരി പരിപാടിക്ക് ദയവേത് വരരുത്. എന്റെ വാപ്പാനിമ്മാ നിങ്ങൾ എത്രമാത്രം മോശാക്കി. അതിനേക്കാളും വലുതല്ലേ നമുക്ക് അള്ളി റസൂൽ ആകണ്ടി. അപ്പോഴല്ലേ നമ്മൾ മുപ്പിനാകുക. പടച്ചോ നിരോധിച്ചൊരു കാര്യത്തിൽ നമ്മളെ കുട്ടി ആടുക. പടച്ചോനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചൊരു കാര്യത്തിൽ നമ്മളെ പൈസ ഉണ്ടാകുക. അള്ളാഹു നിരോധിച്ചൊരു കാര്യത്തിൽ നമ്മൾ സാക്ഷിയാകുക. അതിന് നമ്മുടെ പൈസ ചെലവാക്കുക. നമ്മൾ ഉണ്ടാകരുത്. പ്രവാചകന്റെ വാക്കെന്തറിയോ? വലാ തകൂനു ഇമ്മഅ. ഈ വാചകം മറക്കരുത്. വലാ തകൂനു ഇമ്മഅ. റസൂലുള്ളാഹിയോട് ചോദിച്ചു സഹാബാക്കൾ, നബിയെ ഇമ്മഅങ്ങളാകരുത് നിങ്ങൾ പറഞ്ഞല്ലോ. എന്താ ഇമ്മഅങ്ങൾ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹിന്റെ വാക്കെന്തറിയോ? കൂടികളാകരുത്. നിസ്കരിക്കുമ്പം നിസ്കാരക്കാരൊപ്പം, ടൂർ പോകുമ്പം നിസ്കാരം ഒഴിവാക്കണോലൊപ്പം, പള്ളിന്റെ ഉള്ളിലാകുമ്പം നാട്ടിലുള്ള യുവാക്കൾ മൊത്തം മോശമാണെന്ന് പറഞ്ഞ ആ കൂട്ടത്തിലാകുക. അവനാന്റെ കുടുംബത്തിന് കല്യാണം ഉണ്ടാകുമ്പം അവിടെയുള്ള തോന്നിയാസത്തിന്റെ കൂടെ നമ്മളും കൂടുക. അങ്ങാടിയിൽ ഉണ്ടാകുമ്പം ദീനും തഖ്വയും നിസ്കാരം നോമ്പും ഖുർആൻ ലേണിങ്ങും അതിന്റെ ഭാഗമാകുക. ഇവിടുന്ന് വിട്ടാൽ ഹറാമുകൾ ചെയ്യുന്നവിടെ കൂടെ നമ്മളാകുക. വലാ തകൂനു ഇമ്മ. ആ കൂട്ടത്തിൽ നിങ്ങളാകരുത്. അത് കപടത്വമാണ്. ആകരുത്. നമ്മളെ ഗഡ്സ് ഉണ്ടാകണം. തഖ്വയോടുകൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആവർത്തിക്കുന്നു, ഇന്റെ വാപ്പാൻ, ഇന്റെ അമ്മാൻ, ഇന്റെ കുട്ടിയാനും തെറി പറയുന്നൊരു സദസ്സിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് എനിക്ക് എത്ര ഉറപ്പാണോ അതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാകണം ഇന്റെ അള്ളയും റസൂലിന്റെ ദീനും. അപ്പോഴേ ഞാൻ മുഅ്മിനാകുക. ഞാൻ അവിടെ എനിക്ക് പോകാൻ പറ്റുന്ന അതുവരെയാണ് ഞാൻ പോകേണ്ടത്. അതാണ് പരീക്ഷണം. പടച്ചോനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിസ്കാരം ഖുശൂഅോടെ കൂടി നിർവഹിക്കുവാൻ, ഹറാമെന്ന് മാറി നിൽക്കാനുള്ള ഈമാനും തഖ്വയും ഗഡ്സും പടച്ചോനെ നീ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, തെറ്റായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനും തഖ്വയോടുകൂടി ജീവിക്കുവാനും
ഹറാമുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുവാനും നാഥ ഞങ്ങൾക്ക് ഈമാനും തഖ്വയും നാഥ നിന്ന് ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ, ചെറുപ്പത്തിൽ നോക്കിയവർ, എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വ്യത്യസ്ത പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഒരുപാട് കഷ്ടപ്പെടുന്ന സാധുക്കളായ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ, സമ്പാദ്യങ്ങളിൽ ഹലാലായ മാർഗത്തിലുള്ള വർധനവ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.